ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് വോളിയം എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡിൽ എത്ര ആളുകൾ കോയിൻസ് വാങ്ങുന്നു വിൽക്കുന്നു എന്നതിൻ്റെ കണക്കാണ് ഈ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ വോളിയത്തിൽ നമുക്ക് ജനറൽ റൂളായിട്ട് 4 കാര്യങ്ങളാണുള്ളത്. അതിൽ വോളിയം ഇൻക്രീസ് ആവുകയും പ്രൈസ് റൈസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളതിൽ കണക്കാക്കുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടും, അതുപോലെ തന്നെ വോളിയം ഡിക്രീസ് ആവുകയും പ്രൈസ് ഫാളിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് കണക്കാക്കുന്നു. വോളിയം ഇൻക്രീസ് ആവുകയും പ്രൈസ് ഫാളിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് കണക്കാക്കുന്നു. വോളിയം ഡിക്രീസ് ആവുകയും പ്രൈസ് ഇൻക്രീസ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നമ്മൾ ബെയറിഷ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. നമുക്കിത് ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. ഓക്കെ, നിങ്ങൾക്കിവിടെ നോക്കാം. ഈ ഒരു ചാർട്ടിൽ ഞാനിവിടെ ഒരു ഡേ ടൈം ഫ്രെയിമിലൊരു ചാർട്ട് എടുത്തിരിക്കുന്നത് BTCയുടെ. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈസ് അപ്പാകുന്നു, വോളിയം ഡൗൺ ആവുന്നു. ഇതാണ് വോളിയം എന്ന് പറയുന്നത്. ഈ വോളിയം മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറഞ്ഞ് അതായത് പ്രൈസ് അപ്പാകുന്നു, വോളിയം ഡൗൺ ആവുന്നു. അപ്പോൾ ഈ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആവേണ്ട ടൈമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ നോർമലി നമ്മളിപ്പോൾ മുമ്പ് പഠിച്ച കാര്യങ്ങളുടെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ വോളിയം എന്നുള്ളത്. പ്രൈസ് അപ്പ് ആവുകയും വോളിയം ഡൗൺ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ലോങ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ആ ലോങ് എക്സിറ്റ് ആക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് അപ്പാവുകയും, അതായത് കോയിൻ്റെ പ്രൈസ് അപ്പാവുകയും വോളിയം അപ്പാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ കോയിൻ്റെ പ്രൈസ് അപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ നോക്കിയാൽ അതിനൊപ്പം തന്നെ വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്, വോളിയം അപ്പായിട്ടുണ്ട്. പ്രൈസ് അപ്പായി, അതിനൊപ്പം തന്നെ വോളിയം അപ്പായി. അത് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. അതായത് പ്രൈസ് അപ്പാവുന്നതിൻ്റെ ഒപ്പം തന്നെ വോളിയം അപ്പാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. നോർമൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വോളിയം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാറ്റേൺ പ്രകാരം ഒരു എൻട്രി എടുക്കാനായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫർമേഷൻ കൂടെ കിട്ടിയാൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ബൈയിങ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ പ്രൈസിൻ്റെ വാല്യൂ ഡൗൺ ആവുകയും വോളിയം അപ്പാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ പ്രൈസ് ഡൗൺ ആവുകയും വോളിയം ഡൗൺ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ നമ്മളൊരു ഷോർട്ട് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് പൊസിഷൻ എക്സിറ്റ് ചെയ്യേണ്ട ടൈമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വോളിയത്തിൻ്റെ ബേസിക്കിൽ വരുന്ന കാര്യങ്ങൾ ഇതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോർമലായിട്ട് നല്ലൊരു വോളിയം ഉണ്ടെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോളിയം ചാർട്ട് നിങ്ങൾക്ക് താഴെ കാണാം. നിങ്ങളുടെ ഇൻഡിക്കേറ്ററിൽ പോയി ഇല്ല എന്നുണ്ടെങ്കിൽ വോളിയം ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ വോളിയം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ വോളിയം ബാർ വരും. അപ്പോൾ ഇതിൽ നോർമലി നമ്മൾ നല്ലൊരു വോളിയം ഉണ്ടെന്ന് പറയുന്നത് ഒരു ആവറേജ് വോളിയം ആണ് ഈ ഒരു പൊക്കെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ഒരു ആവറേജ് വോളിയമാണ് ഇതിന് മുകളിൽ വന്നിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലൊരു വോളിയം വന്നിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഓരോ ഏരിയയിൽ നിങ്ങൾ ബാക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ വോളിയത്തിൻ്റെ ഈ ഒരു 4 ജനറൽ റൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ടും പറ്റും.